ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ അമ്മയുടെ ദയനീയമായ വിളി അവഗണിച്ച് ദേഷ്യത്തിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മരണത്തിന്റെ ദേവത അവനെ മരിക്കാൻ അനുവദിച്ചില്ല. അവൾ അവനെ തിരിച്ച് ജീവിച്ചിരിക്കുന്നവരുടെ ലോകത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 12 പേരുടെ മരണവേദന സഹിക്കാനും അവരുടെ ശരീരത്തിൽ അതിജീവിക്കാനും നിനക്ക് കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് തിരികെ വരാൻ കഴിയൂ. അവന്റെ ആദ്യത്തെ പുനർജന്മം ഒരു അതിസാഹസിക സ്കൈഡൈവറായിട്ടായിരുന്നു. നിർഭാഗ്യവശാൽ അവൻ 10,000 മീറ്റർ ഉയരത്തിൽ ഒരു പാരച്യൂട്ടില്ലാതെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ശരീരത്തിന്റെ യഥാർത്ഥ ഉടമയുടെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. ആ മനുഷ്യന് അതിസാഹസിക കളികളോട് ഭയങ്കര ഭ്രമമായിരുന്നു. കൂടാതെ 10 അപകടകരമായ കളികളിൽ ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവന്റെ പുതിയ വെല്ലുവിളി 10,000 മീറ്റർ ഉയരത്തിൽ നിന്ന് പാരച്യൂട്ടില്ലാതെ ചാടി കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി ഇറങ്ങുക എന്നതായിരുന്നു. വിജയിച്ചാൽ ഒരു റെക്കോർഡ് കൂടി നേടാൻ മാത്രമല്ല 500 കോടി രൂപ സമ്മാനമായി ലഭിക്കുകയും ചെയ്യും. ഈ അത്ഭുതം കാണാൻ രാജ്യം മുഴുവൻ തത്സമയം ടെലിവിഷനിൽ കാത്തിരിക്കുകയായിരുന്നു. സമ്മാനത്തുകയെക്കുറിച്ച് മനസ്സിലാക്കിയ നിമിഷം അവൻ തന്റെ മുഴുവൻ ശക്തിയുമെടുത്തു. വായുവിനെ കീറിമുറിച്ച് ലക്ഷ്യസ്ഥാനത്തിറങ്ങാൻ അവൻ ഭയങ്കരമായി ശ്രമിച്ചു. പക്ഷേ വിധി നിർദ്ദയമായിരുന്നു. അവൻ നേരെ നിലത്തേക്ക് ഇടിച്ചു വീണ് തൽക്ഷണം മരിച്ചു. തത്സമയം കണ്ടുകൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഞെട്ടിപ്പോയി. 500 കോടി രൂപയുടെ സമ്മാനം ഒരു നിമിഷം കൊണ്ടില്ലാതായി. അധോലോകത്തിൽ തിരിച്ചെത്തിയ അവൻ മരണത്തിന്റെ ദേവതയോട് മറ്റൊരവസരം യാചിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ ആദ്യത്തെ അവസരം പാഴാക്കി, ഇനി കളി കടുപ്പമുള്ളതാകും. എന്നിട്ട് അവനെ അടുത്ത ജന്മത്തിലേക്ക് തള്ളിവിട്ടു. അവൻ കണ്ണു തുറന്നപ്പോൾ ഒരു ചെറിയ കുട്ടിയായിട്ടായിരുന്നു പുനർജനിച്ചത്. ജീവിതം നിഷ്കളങ്കമായിരിക്കുമെന്ന് അവൻ കരുതി. പക്ഷേ യാഥാർത്ഥ്യം ഭയാനകമായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ അമ്മ അവനെ ദേഷ്യത്തോടെ സോഫയിലേക്ക് എറിഞ്ഞു. അച്ഛൻ ആദ്യം ശാന്തനാണെന്ന് തോന്നിയെങ്കിലും അദ്ദേഹത്തിന്റെ മുഖഭാവവും പെട്ടെന്ന് മാറി. മുത്തശ്ശി വാതിൽ തുറന്നപ്പോൾ അവന്റെ മാതാപിതാക്കൾ തെളിവുകൾ ഒളിപ്പിക്കാൻ തിരക്കിട്ടു. പോലീസ് അന്വേഷിക്കാൻ വന്നു. പക്ഷേ കുട്ടിയുടെ ശരീരത്തിൽ പരിക്കുകളൊന്നും കാണാത്തതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. വാതിൽ അടച്ചയുടൻ അമ്മ അവനെ വീണ്ടും തറയിലേക്ക് എറിയുകയും ഒരു തലയിണയെടുത്ത് അവന്റെ മുഖത്ത് അമർത്തുകയും ചെയ്തു. അവൻ വീണ്ടും കണ്ണു തുറന്നപ്പോൾ മൂന്നാമത്തെ ജീവിതത്തിലായിരുന്നു. ഒരു ധനിക കുടുംബത്തിലെ 2ാമത്തെ മകനായി ഒരു സ്വകാര്യ ജെറ്റിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. സന്തോഷിക്കാൻ അവന് സമയം കിട്ടും മുമ്പ് കനത്ത മൂടൽമഞ്ഞിൽ വിമാനം അതിശക്തമായി കുലുങ്ങി. മരണം വീണ്ടും അടുത്തെത്തിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്നവൻ സീറ്റ് ബെൽറ്റ് മുറുക്കി എയർ ബാഗ് ഊതി വീർപ്പിച്ചു. 5 മിനിറ്റിന് ശേഷം വിമാനം അത്ഭുതകരമായി സ്ഥിരപ്പെട്ടു. അവൻ വീണ്ടും ജീവനോടെ ശ്വാസം വലിച്ചു.